സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് ബാങ്കിങ് സിലബസിലെ ഒരു പുതിയ ഏരിയയാണ് സ്മാൾ ഫിനാൻസ് ബാങ്ക്സ്. ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഓർ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് എന്ന കാറ്റഗറിയിൽ എന്ന ക്ലാസിഫിക്കേഷനിൽ കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, അഗ്രികൾച്ചറൽ ബാങ്ക്സ് തുടങ്ങിയ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒന്നുകൂടിയാണ് സ്മാൾ ഫിനാൻസ് ബാങ്ക്സ്. അതല്ലെങ്കിൽ ന്യൂ മോഡൽ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിലും പേയ്മെൻറ്റ് ബാങ്ക്സ്, സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് എന്ന രീതിയിലും സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് വരാറുണ്ട്. അടുത്ത കാലത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ് സ്മാൾ ഫിനാൻസ് ബാങ്ക്സ്. ഈ സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് എന്താണെന്നും അതിൻ്റെ കണ്ടീഷൻസും ബേസിക് റിക്വയർമെൻറ്റ്സും അതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു വീഡിയോ ആണ് ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമേ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നിഷ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഒരു സ്പെഷ്യൽ കാറ്റഗറിക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റിന് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം പേരിലുള്ളതുപോലെ തന്നെ സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് ആണ്. ആ ബാങ്ക്സിനെ കുറിച്ച്, അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച്, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2015 72ഓളം അപ്ലിക്കേഷനിൽ 10ഓളം ബാങ്കുകൾക്കാണ് സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന രീതിയിൽ RBI അനുമതി നൽകുന്നത്, പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകുന്നത്. സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ എയിം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമാണ്. പേയ്മെൻറ്റ് ബാങ്ക്സും സ്മാൾ ഫിനാൻസ് ബാങ്ക്സൊക്കെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ മറ്റുള്ള ബാങ്കുകൾ സെർവ് ചെയ്യാത്ത ഒരു കാറ്റഗറി ഉണ്ട്, ഒരു സെക്ടർ ഉണ്ട് എന്ന് പറയും. പ്രത്യേകിച്ചും സ്മാൾ ബിസിനസ് യൂണിറ്റ്സ്, സ്മാൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, മൈക്രോ ആൻഡ് സ്മാൾ ഇൻഡസ്ട്രീസ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എൻറ്റിറ്റീസ് തുടങ്ങിയ ഏരിയകൾക്ക് സ്പെഷ്യലായിട്ട്, അതാണ് നിഷ് ബാങ്ക്സ് എന്ന് പറഞ്ഞത്. അതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക തരം കാറ്റഗറി ബാങ്ക് തന്നെയാണ് സ്മാൾ ഫിനാൻസ് ബാങ്ക്. സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റത്തെ ഒരു ഫീച്ചർ തന്നെയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് മുമ്പ് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരുന്നു, പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രത്യേകത പറഞ്ഞിരുന്നു, പേയ്മെൻറ്റ് ബാങ്കിന് ഒരിക്കലും ലോൺ കൊടുക്കാൻ പാടില്ല, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് ബാങ്കുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് വിൽ ബി അലൗഡ് ടു ലെൻഡ് മണി ആൾസോ. ഒരു ബേസിക് ബാങ്കിങ് ഫംഗ്ഷനായ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി എന്ന രീതിയിൽ സ്മാൾ ഫിനാൻസ് ബാങ്കിന് പ്രവർത്തിക്കാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ബാങ്കിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. ഈ വീഡിയോൻ്റെ അവസാനം പേയ്മെൻറ്റ് ബാങ്കും സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെയും വ്യത്യാസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ ആകുമ്പോഴേക്കും രണ്ടും കൂടുതൽ ക്ലിയർ ആവും. RBI കൊടുത്ത അപ്രൂവൽ 3 ഇയർ ബ്രാഞ്ച് എക്സ്പാൻഷൻ എന്നൊക്കെ മുൻകൂട്ടി RBIൻ്റെ അനുമതി വേണം. ഫസ്റ്റത്തേത് 3 വർഷം. മാത്രമല്ല, ഒരു ലോക്കൽ ബാങ്ക് ഏരിയ എന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റെസ്ട്രിക്റ്റഡ് ഉണ്ട്. അതായത് ഒരു ഏരിയയിൽ മാത്രമേ, ഏരിയ ഓപ്പറേഷൻ വിൽ ബി റെസ്ട്രിക്റ്റഡ്, അവരുടെ ഏരിയയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അന്ന് ലൈസൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ NBFC ഒരു 10 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കായിരുന്നു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്. 72 അപ്ലിക്കേഷനിൽ 10 ലൈസൻസാണ് RBI നൽകിയത്. സ്മാൾ ബിസിനസ് MSME ആണ് ടാർഗറ്റഡ് ഏരിയ അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ്. ഒരു കാര്യം ഓർത്ത് വെക്കുക, നോട്ട് അലൗഡ് ടു ലെൻഡ് ദ ഡെപ്പോസിറ്റ് മണി ടു ബിഗ് ബിസിനസ് ഓർ ഇൻഡസ്ട്രീസ്. പ്രത്യേകിച്ചും സ്മാൾ ബിസിനസ്, മൈക്രോ ഫിനാൻസ്, MSME ഏരിയക്ക് വേണ്ടി മാത്രമുള്ള ബാങ്ക് കൂടെയാണ് സ്മാൾ ഫിനാൻസ് ബാങ്ക്സ്. കുറച്ചുകൂടി കണ്ടീഷൻസ് ഓർത്ത് വെക്കേണ്ടതുണ്ട്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 200 CR ആണ്. പേരിൻ്റെ കൂടെ സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന് കൂടെ ചേർത്തിരിക്കണം ഇത്തരം ബാങ്കുകൾ പ്രവർത്തിക്കുമ്പോൾ. പിന്നെ 75% ആണ് പ്രയോറിറ്റി സെക്ടറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത്. സാധാരണ 40% ആണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ പ്രയോറിറ്റി സെക്ടറിന് മാറ്റിവെക്കേണ്ടത്, 40% ടോട്ടൽ ലെൻഡിങ്ങിൻ്റെ. പക്ഷേ സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ 75% അഡ്വാൻസും പ്രയോറിറ്റി സെക്ടറിനായിരിക്കണം എന്നൊരു വ്യത്യാസം പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
മാക്സിമം ലോൺ സൈസ് ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ 10% കൂടുതൽ കൂടാൻ പാടില്ല. ക്യാപിറ്റലിൻ്റെ 10%ൻ്റെ അപ്പുറത്തേക്ക് ഒരൊറ്റ വ്യക്തിക്ക് ലോൺ കൊടുക്കാൻ പാടില്ല. അതേപോലെ ഗ്രൂപ്പിനാണെങ്കിൽ 15%-ന് മുകളിലോട്ട് പോകാനും പാടില്ല. ടോട്ടൽ ക്യാപിറ്റലിൻ്റെ അതായത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 15%-ന് മേലോട്ട് ഒരു സിംഗിൾ ഗ്രൂപ്പിനോ 10%-ന് മേലോട്ട് ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനോ ലോൺ കൊടുക്കാൻ പാടില്ല. 50% ലോൺസ് ആൻഡ് അഡ്വാൻസും അപ് ടു 25 lakh ആയിരിക്കണം. അല്ലെങ്കിൽ ആ റേഞ്ചിലായിരിക്കണം പകുതി ലോൺസ് ആൻഡ് അഡ്വാൻസും 55 lakh വരെ ആയിരിക്കണം. ഇത്രയാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ട കണ്ടീഷൻസും ഫീച്ചേഴ്സും. ഇന്ത്യയിൽ ആദ്യമേ പറഞ്ഞ് 10ഓളം സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് ഉണ്ട്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ബാങ്കും ഉണ്ട്. ആ 10 ബാങ്കുകളും ഏതാണെന്ന് നോക്കാം. ഇതിൽ ഏത് ബാങ്കാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. ആ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആ ലിസ്റ്റിൽ വരുന്ന ബാങ്കുകൾ AU ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് അല്ലെങ്കിൽ AU ബാങ്ക് ജയ്പൂർ രാജസ്ഥാൻ, പിന്നുള്ളത് ക്യാപിറ്റൽ ലാബ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ജലന്ധർ പഞ്ചാബ് ആണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇക്വിറ്റി സ്മാൾ ഫിനാൻസ് ബാങ്ക് ചെന്നൈ തമിഴ്നാടു ഹെഡ് ക്വാർട്ടേഴ്സ്. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ബാങ്കും കൂടെയാണ് ഇസാഫ്. ഫിനാൻസ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ബാംഗ്ലൂരു ഹെഡ് ക്വാർട്ടേഴ്സ്. ജനലക്ഷ്മി സ്മാൾ ഫിനാൻസ് ബാങ്ക് അതും ബാംഗ്ലൂരു തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ഗുവാഹത്തി. സൂര്യോദയ സ്മാൾ ഫിനാൻസ് ബാങ്ക് നവി മുംബൈ. ഉജ്വാൻ സ്മാൾ ഫിനാൻസ് ബാങ്ക് ബംഗളൂരു. ഉത്കർഷ് സ്മാൾ ഫിനാൻസ് ബാങ്ക് വാരണസി. ഇതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ആണ്. ഫസ്റ്റ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ഈ 10 ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബാങ്കാണ് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ്. ജലന്ധർ പഞ്ചാബാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പല ക്വസ്റ്റ്യൻസിൽ ഇത് കാണാറുണ്ട്. ഫസ്റ്റത്തെ സ്മാൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ആണ്. പഞ്ചാബ് ജലന്ധർ ആണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പത്തിൽ ഒരു ബാങ്ക് കേരളത്തിൽ നിന്നും ഉള്ളതാണ് എന്ന് പറഞ്ഞ് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാഫ്, അതിൻ്റെ ടാഗ് ലൈന് ജോയ് ഓഫ് ബാങ്കിങ് എന്നും കൂടെയാണ്. 2017 മാർച്ച് 17 ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ഇസാഫ് തൃശ്ശൂരിൽ നിന്ന് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. 11ഓളം സ്റ്റേറ്റിൽ ഇസാഫിന് പ്രസൻസ് ഉണ്ട്. ഇന്ത്യയിൽ 11 സ്റ്റേറ്റിൽ ഇസാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യന്, ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ഏത് കമ്മിറ്റിയാണ്? ഇസാഫ് അല്ല, പേയ്മെൻറ്റ് സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിൻ്റെ പേര് ഉഷ തോറട്ട് ആണ്. USHATHORAT ഉഷ തോറട്ട് എന്ന മുൻ ഡെപ്യൂട്ടി ഗവർണറും കൂടിയാണ് RBIൻ്റെ മുൻ ഡെപ്യൂട്ടി ഗവർണറും കൂടിയായ ഉഷ തോറട്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ഇനി അതിൻ്റെ ഏറ്റവും അവസാന ഏരിയയിലേക്ക് പോവാം. പേയ്മെൻറ്റ് ബാങ്ക്, സ്മാൾ ഫിനാൻസ് ബാങ്ക്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. കാരണം രണ്ടും ഒരു ന്യൂ മോഡൽ ഓഫ് ബാങ്കിങ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ്. ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന ബാങ്കിങ് ആണ്. രണ്ടിൻ്റെയും ഉദ്ദേശം രണ്ടാണെങ്കിലും അതിൻ്റെ ബേസ് ഒന്നാണ്. കാരണം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ബാങ്ക് എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന അടുത്ത കാലത്ത് വന്ന ബാങ്കുകളാണ്. അതിൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മെയിൻ ഫോക്കസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണെങ്കിൽ, സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രൊവൈഡ് ടോട്ടൽ ബാങ്കിങ് സർവീസ് ടു സ്മോൾ മീഡിയം എൻ്റർപ്രൈസ്, SME, മൈക്രോ സ്മോൾ ബിസിനസ്, അൺസർവ്ഡ് ഏരിയ ഓഫ് ബാങ്ക്സ്.
ഇത്രയും കാറ്റഗറിക്ക് ബാങ്കിങ് സർവീസ് കൊടുക്കാൻ തന്നെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് വന്നത്. അതായത് ബാങ്കുകൾക്ക് പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കിനും പ്രവർത്തിക്കാം. പക്ഷേ ഈ ഏരിയക്ക് വേണ്ടി മാത്രമാണ് നിഷ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ നിഷ ഏരിയ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അത്തരം റെസ്ട്രിക്ഷൻസ് മാത്രമേ അവർക്കുള്ളൂ. മറ്റൊരു വ്യത്യാസം ക്യാൻ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് അപ് ടു 1 lakh. ഈ പോയിന്റ് പ്രത്യേകം അന്ന് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കേസിൽ പറഞ്ഞതാണ്. പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് 1 ലക്ഷം രൂപ വരെ മാത്രമേ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾ കയ്യിൽ നിന്ന്. പക്ഷെ അത്ര റെസ്ട്രിക്ഷൻസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഇല്ല. കാരണം എനി എമൗണ്ട് എത്രയും വരെ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. പക്ഷേ പേയ്മെൻറ്റ് ബാങ്കുകൾക്കുള്ള മറ്റൊരു പ്രത്യേകതയായിരുന്നു കാനോട്ട് ലെൻഡ് ടു എനി വൺ. ഡെപ്പോസിറ്റ് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക എന്നത് മാത്രമേ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് പറ്റുമായിരുന്നുള്ളൂ. അവർക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല, ഡെബിറ്റ് കാർഡിൽ ഇഷ്യൂ ചെയ്യാം. പക്ഷേ ലോൺ കൊടുക്കാൻ പാടില്ല, ലെൻഡിങ് ഇല്ല, അക്സെപ്റ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ക്യാൻ ലെൻഡ് ബട്ട് ലാർജ്ലി ടു SME ആൻഡ് ഫാമേഴ്സ്. സ്മോൾ മീഡിയം എൻ്റർപ്രൈസ്, ഫാമേഴ്സ്, അൺസർവ്ഡ് ഏരിയ, ഇത്തരം ഏരിയക്ക് ആയിരിക്കണം ആ ലെൻഡിങ് എന്നുള്ളൂ. ലെൻഡിങ് ചെയ്യാൻ പാടില്ല എന്നല്ല. മറ്റൊരു വ്യത്യാസം ATM ഡെബിറ്റ് കാർഡുകൾ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യാം. പ്രത്യേകം ഓർക്കുക, ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. കാരണം ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. അപ്പോൾ ATM ഡെബിറ്റ് കാർഡുകൾ ഓക്കെയാണ്. പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ATM ഡെബിറ്റും ക്രെഡിറ്റ് കാർഡുകളും എല്ലാം ഇഷ്യൂ ചെയ്യാം. കാരണം ലെൻഡിങ് ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് കാർഡും ഇഷ്യൂ ചെയ്യാം. വീണ്ടും ഒരു പോയിന്റ് വീണ്ടും പറയുന്നു, കാനോട്ട് ഗീവ് ലോൺസ്. പേയ്മെൻറ്റ് ബാങ്കിന് ഒരിക്കലും ലെൻഡിങ് ഇല്ല, മാത്രമില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്കിന് ലെൻഡിങ് കൊടുക്കാം. പക്ഷേ കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 50% ലോണും 25 lakh വരെ ആയിരിക്കണം. പിന്നെ ഒരു ഇൻഡിവിജ്വലിന് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 10% വരെ ആകാവൂ. ഗ്രൂപ്പിനാണെങ്കിൽ 50% വരെ ആകാം എന്നെല്ലാം റെസ്ട്രിക്ഷൻസ് പാലിക്കേണ്ടതുണ്ട്. പിന്നെ ക്യാൻ പ്രൊവൈഡ് റെമിറ്റൻസ് സർവീസ്. ക്യാൻ ആൾസോ, രണ്ടിലും റെമിറ്റൻസ് സർവീസ് രണ്ടിലും പേയ്മെൻറ്റ് ബാങ്കിലും സ്മോൾ ഫിനാൻസ് ബാങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ സർവീസ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, അതുപോലുള്ള സേവനങ്ങളും പേയ്മെൻറ്റ് ബാങ്കിനും സ്മോൾ ഫിനാൻസിനും രണ്ടിനും നൽകാം. മ്യൂച്വൽ ഫണ്ട് വിതരണം അതുപോലുള്ള കാര്യങ്ങൾ, അതിലൊന്നും വ്യത്യാസമില്ല. എങ്കിലും പ്രകടമായ വ്യത്യാസമുണ്ട്. രണ്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമാണെങ്കിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. അത് പഠിച്ചു വെച്ചേ മാത്രമേ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ പറഞ്ഞത് സ്മോൾ ഫിനാൻസ് ബാങ്ക് അത് സ്റ്റാർട്ട് ചെയ്ത വർഷം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏത്, കേരളത്തിൽ നിന്നുള്ള ബാങ്ക് ഏത്, ഇത് സ്റ്റഡി ചെയ്ത കമ്മിറ്റി ഏത്, ഇത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ മുമ്പ് ചോദിച്ചതാണ്. ഇനി ബാക്കിയുള്ള കുറച്ച് കണ്ടീഷൻസൊക്കെ പറഞ്ഞ് പ്രയോറിറ്റി സെക്ടറിന് 75% പ്രയോറിറ്റി സെക്ടറിനെ മാറ്റി വെച്ചോണം. പക്ഷേ സാധാരണ ബാങ്കുകൾക്ക് അത് 40% ഉള്ളൂ, കൊമേഴ്സ്യൽ ബാങ്കിനൊക്കെ. ഇത്രയും പോയിന്റുകൾ ഇതിൽ നിന്ന് ഓർക്കേണ്ടതാണ്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.